ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഇന്നത്തേത് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. നമ്മളെ തറവാട്ടിലെല്ലാവരും കൂടിയിട്ടുള്ളൊരു ഗെറ്റ് ടുഗെദറും പിന്നെ വെറും 3 ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡെസേർട്ട് റെസിപ്പിയും അങ്ങനെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. പിന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും ഒരു ഹായ് എങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. സൺഡേ എന്ന് പറഞ്ഞാൽ പൊതുവെ ഭയങ്കര ബിസി ആവുമല്ലോ. ഇന്ന് നല്ല ബിസി സൺഡേ ആണ്. ഇന്നിപ്പോൾ ഇതാ നമ്മൾ ഉച്ചക്ക് സിസ്റ്റർ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സാണ് കേട്ടോ ഇത്. ആക്ച്വലി ഞാൻ അവിടെ നിന്ന് അന്ന് വ്ളോഗിംഗ് ഒന്നും ചെയ്തിട്ടില്ല കാര്യമായിട്ട്. അപ്പോൾ ഉച്ചക്ക് ആ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ സിസ്റ്റർ വീട്. അത് കഴിഞ്ഞ് പിന്നെ അതാ നമ്മൾ നേരെ പൊന്നാനിയിലേക്ക് പോവുകയാണ്. പൊന്നാനിയിൽ വേറൊരു ഫംഗ്ഷനുണ്ട്. ഈ ഒരു ദിവസം 2 ഫംഗ്ഷൻ ഉണ്ടായി. അതും 2 കുറേ ദൂരെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇടങ്ങേറാണ്. രണ്ടും നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. എന്നാലോ രണ്ടും അറ്റൻഡ് ചെയ്യും വേണം, അങ്ങനെയാണല്ലോ. ഇതുപോലെ ഇങ്ങനെ എല്ലാവരും കൂടുന്ന ഫംഗ്ഷൻസൊക്കെ നമുക്ക് മിസ്സാക്കുക എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര സങ്കടമാണ് കേട്ടോ. അപ്പോൾ മാക്സിമം ഞാൻ എല്ലാത്തിലും കൂടാൻ നോക്കലുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ പൊന്നാനിയിലേക്ക് അവിടെ ഒരു 3:30 ആകുമ്പോൾ തന്നെ എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഒരു 6 മണിയൊക്കെ ആവാനായിട്ടാണ്. അപ്പോൾ എത്തിയപ്പോൾ തന്നെ അതാ എല്ലാവരും ചായ കുടിക്കണ തിരക്കിലാണ്. നമ്മൾ കുറേ ടൈം വെയിറ്റ് ചെയ്തിട്ടാണ്, പക്ഷേ നമുക്ക് എത്താൻ പറ്റിയില്ല. അപ്പോൾ അവർ ജസ്റ്റ് ഇതാ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ പപ്പാൻ്റെ വീടാണ് എൻ്റെ, അതായത് എൻ്റെ തറവാട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ ഫംഗ്ഷൻ. എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു തറവാട്ടിലെ ലേഡീസ് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഗെറ്റ് ടുഗെദറാണ്. ഇതിൽ കുറച്ച് ആൾക്കാർ ആണുങ്ങളെ നിങ്ങൾക്ക് കാണാം. ലേഡീസിനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരാണ് കേട്ടോ ഉള്ളത്. ഇതിൽ കംപ്ലീറ്റ് എല്ലാവരും ഒന്നും ഇല്ല കേട്ടോ, കുറേ പേര് മിസ്സിങ് ആണ്. ഇത് പെട്ടെന്നുണ്ടായ ഒരു ഗെറ്റ് ടുഗെദർ ആയപ്പോൾ അങ്ങനെ ദൂരമുള്ളവർ പിന്നെ പഠിക്കുന്ന സ്ഥലത്തുള്ളവർ അങ്ങനെ എല്ലാവർക്കും ഒന്നും വരാനൊന്നും പറ്റിയിട്ടില്ല. ഈ പലഹാരങ്ങളൊക്കെ ഓരോരുത്തർ വരുമ്പോഴും കൊണ്ടുവന്നതാണ്. ഓരോ വെറൈറ്റി ഐറ്റംസാണ് എല്ലാവരും കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ പൊന്നാനി സ്പെഷ്യൽ ഐറ്റംസും ഒക്കെ ഉണ്ട്. ഇത് പപ്പാൻ്റെ ഫാമിലിയാണ് കേട്ടോ, TK ഫാമിലി. പണ്ട് ഈ ഒരു വീട്ടിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. അതായത് ഉമ്മാമ്മൻ്റെ ഏട്ടത്തി, അവരുടെ മക്കളും മരുമക്കളൊക്കെ ഇതിനോട് കണക്റ്റഡ് ആയിട്ട് കുറേ ഭാഗങ്ങളുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ പൊളിച്ചു പോയി. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പല പല സ്ഥലങ്ങളിലേക്ക് കല്യാണം കഴിച്ചു പോയി, പിന്നെ അവിടെ സെറ്റിലായി. അങ്ങനെ പല ഭാഗത്തായിട്ടാണല്ലോ ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സൊക്കെ. പിന്നെ കൂടുതലും ന്യൂക്ലിയർ ഫാമിലിയായി. അപ്പോൾ ഈ പുതിയതായിട്ട് കല്യാണം കഴിച്ച് വരുന്ന മരുമക്കൾക്ക്, പിന്നെ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക്, അവർക്കൊന്നും നമ്മൾ ആ ഫാമിലി കണക്ഷൻസും എങ്ങനെയൊക്കെയാണ് ബന്ധങ്ങൾ എന്നുള്ളതൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഗെറ്റ് ടുഗെദറൊക്കെ ശരിക്കും അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എല്ലാവരുമായിട്ടുള്ള ഒരു സ്നേഹബന്ധവും അതൊക്കെ കൂട്ടാനൊക്കെ സഹായിക്കും. നമ്മളവിടെ എല്ലാ കൊല്ലം 2 പെരുന്നാളിലും എല്ലാവരും കൂടി കൂടാറുണ്ട്. അതായത് ആണുങ്ങളും പെണ്ണുങ്ങളും പിന്നെ മരുമക്കൾ, പേരക്കുട്ടികൾ, അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒരു ഗെറ്റ് ടുഗെദർ തന്നെ ഉണ്ടാവാറുണ്ട് പെരുന്നാളിൽ. എല്ലാവരും കൂടിയുള്ള കുറേ കലാപരിപാടികളും അങ്ങനെ രസമായിട്ടുള്ള കുറച്ച് ടൈമാണ്. ഇത് ലേഡീസ് ഗ്യാങ് വയനാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സാണ്. ആക്ച്വലി ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാനിത് വ്ളോഗ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. എൻ്റെ ഫാമിലി വ്ളോഗ്സൊക്കെ പൊതുവേ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നൊക്കെ കമൻസിലൂടെ പറയലുണ്ട്. പിന്നെ പപ്പയും ഉമ്മയും ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും കേട്ടോ, അതായത് റിഫിൻ്റെ സബ്സ്ക്രൈബറൊക്കെ ഉണ്ട് എന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ നിങ്ങൾ പപ്പാനെയും ഉമ്മാനോടൊക്കെ വന്ന് സംസാരിക്കുന്നതെന്നൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഓക്കെ, അങ്ങനെ ഇതാ ഇവിടെ ഓരോരോ രസങ്ങളും ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും അങ്ങനെ പലതും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഗെറ്റ് ടുഗെദർ വിശേഷങ്ങൾ. നിങ്ങളെ ഫാമിലിയിൽ എങ്ങനെയാണ് ഇതുപോലെയുള്ള കൂടലൊക്കെ ഉണ്ടാവലുണ്ടോ ഇല്ലയെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇതാ നമ്മൾ കുറേ ടൈം കഴിഞ്ഞ് രാത്രിയാണ് കേട്ടോ എല്ലാവരും പിരിഞ്ഞത്. ഇനി ഇതാ ഞാൻ ഒരു ഡെസേർട്ട് റെസിപ്പിയും കൂടി കാണിക്കാം. ഇത് ആമസോണിൽ നിന്ന് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഓർഡർ ചെയ്ത പുഡിംഗ് കപ്സാണ്. ഇത് 20 പീസാണ് കേട്ടോ ഇതിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ പ്രിപ്പറേഷൻ ഇതിൽ തന്നെ ആയിക്കോട്ടെ. നല്ല കറക്റ്റ് സൈസിലുള്ള കപ്സാണ് കേട്ടോ. നമുക്ക് ഇതിൽ തന്നെ സെറ്റ് ചെയ്ത് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഒരുപോലെ ഇങ്ങനെ ഗസ്റ്റൊക്കെ വന്നാലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല കപ്സാണ്. അപ്പോൾ ഇന്നത്തെ പുഡിംഗ് എന്താണെന്ന് വെച്ചാൽ ലോട്ടസ് ബിസ്കോഫ് പുഡിംഗ് ആണ്. അതിനായിട്ട് വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതിയിട്ടാ നമുക്ക്. ഇതാ ലോട്ടസ് ബിസ്കോഫിൻ്റെ ഈ ബിസ്ക്കറ്റ് വേണം, പിന്നെ അതിൻ്റെ തന്നെ സ്പ്രെഡ്, പിന്നെ വിപ്പിംഗ് ക്രീം.
ഇതാ റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ബിസ്ക്കറ്റ് ഒന്ന് പൗഡറാക്കി എടുക്കാനായിട്ട് പോവുകയാണ്. ഞാനിതാ ഈ ഒരു ചോപ്പറിലാണ് പൗഡറാക്കി എടുക്കുന്നത്. ഈ ബിസ്ക്കറ്റ് ഇതാ 250 ഗ്രാമിൻ്റെ പാക്കാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത്. ഇതിന് നമ്മൾ സാധാ ബിസ്ക്കറ്റിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഈ ഒരു 250 ഗ്രാമിന് 300 റുപ്പീസാണ് വരുന്നത്. എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാ ബിസ്ക്കറ്റ്സ് വേണമെങ്കിൽ എടുക്കുക, പക്ഷേ ഈ ഒരു ബിസ്ക്കറ്റിന് വേറെ തന്നെ ടേസ്റ്റാണ്. അങ്ങനെ ഇതാ ബിസ്ക്കറ്റ്സൊക്കെ പൗഡറാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ബട്ടർ ചേർത്താൽ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടും. ബട്ടർ ചേർത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതാ ഈ റിച്ച് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാക്കാണ് കേട്ടോ ഞാൻ എപ്പോഴും വാങ്ങാറുള്ളത്. നല്ല ടേസ്റ്റാണ് ഈ ഒരു വിപ്പിംഗ് ക്രീം. പിന്നെ അത്യാവശ്യം മധുരമൊക്കെ ആയിട്ട് നല്ല വിപ്പിംഗ് ക്രീമാണ്, നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതന്നെ വാങ്ങിക്കോട്ടാ. കുറച്ച് ബീറ്റ് ചെയ്തതിന് ശേഷം ഞാനിതാ നമ്മളെ ലോട്ടസ് ബിസ്കോഫിൻ്റെ സ്പ്രെഡ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്പ്രെഡ്. ഇത് നമുക്ക് സാധാ ബ്രെഡിൽ കൂട്ടി കഴിക്കാം, പിന്നെ ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതാണ്. പിന്നെ വെറുതെ തന്നെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ക്രീമാണ് ഇത്. ഓൺലൈനിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടിയും റേറ്റ് കുറവാണെന്നാണ് തോന്നുന്നത്, ഈ ബിസ്ക്കറ്റും പിന്നെ ഈ സ്പ്രെഡൊക്കെ. ഈ ഒരു ബോട്ടിലിന് ഇപ്പോൾ നമ്മൾ സാധാ ഷോപ്പിലൊക്കെ 600 റുപ്പീസാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിതാ ഒരു 4 ടേബിൾ സ്പൂണൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ബീറ്റ് ചെയ്ത ക്രീം അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ബൗൾസൊക്കെ ഞാൻ ഫസ്റ്റ് തന്നെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഫസ്റ്റ് ലെയറായിട്ട് നമ്മളിത് ലെയറായിട്ടാണ് കേട്ടോ, ഓരോ ലെയറായിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ലെയറായിട്ട് ഇതാ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുക. ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ എല്ലാതും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതാ ഈ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മൾ ക്രീമൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് ബിസ്ക്കറ്റിൻ്റെ ലെയർ വെച്ച് പിന്നെ അതിൻ്റെ മേലേക്ക് സെക്കൻഡ് ലെയറായിട്ട് നമുക്കിതാ ഈ ക്രീം വെച്ച് കൊടുക്കാം. അങ്ങനെ ഇതാ നെക്സ്റ്റ് വീണ്ടും നമ്മൾ ബിസ്ക്കറ്റിൻ്റെ പൗഡർ വെച്ച് കൊടുക്കുക. കുട്ടികൾക്ക് വരെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി പുഡിംഗ് ആണ് കേട്ടോ ഇത്. സ്റ്റൗ ഒന്നും കത്തിക്കണ്ട, നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാം. അങ്ങനെ ഇതാ 3 ലെയേഴ്സും സെറ്റായി. ഇനി 4th ലെയറായിട്ട് കുറച്ച് ക്രീമും കൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ക്രീം ഞാൻ പൂവ് പോലെയൊക്കെ ഒന്ന് വരച്ച് നല്ല അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഈ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് പൂവല്ല എനിക്കൊന്നും വരക്കാൻ പറ്റണില്ലായിരുന്നു. അപ്പോൾ അതാ ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അതിന് മേലേക്ക് ഇതാ നമുക്ക് ഈ ലോട്ടസ് ബിസ്കോഫ് ക്രീം വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഇതാ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ചൊരു ചൂടുവെള്ളത്തിൽ ക്രീം വെച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്തതാണ് കേട്ടോ. അത് നമുക്ക് മേലെ ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മളെ ഈസി പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാട്ടാ. ഓക്കെ, അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനിയിപ്പോൾ അതാ വെക്കേഷനൊക്കെ അല്ലേ വരുന്നത്, കുട്ടികൾക്ക് എന്തായാലും ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്ക് കേട്ടോ. ഓക്കെ, എന്തായാലും ഇഷ്ടമാവും, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻസും പറയുക. ഓക്കെ, ബൈ.